ഇന്നത്തെ പണി നമ്മുടെ ഇതാണ് കേട്ടോ. ആ കാണുന്ന മണ്ണുണ്ടല്ലോ, താഴെ കാണുന്ന അതെടുത്തിട്ട് ലോഡ് ചെയ്ത ശേഷം ഈ കാണുന്ന മുകളിലെ ഈ പാറിൻ്റെ മുകളിൽ കൊണ്ടു തടണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. കുറേ വണ്ടി കൊടുക്കുന്നുണ്ട്, താഴേക്ക് വേറെ വേറെ വണ്ടി ഉണ്ടാക്കാം. നമ്മുടെ പണി എന്താണ്, ആ നിൽക്കുന്ന ഒരു മുകളിൽ കാണുന്ന ആ മണ്ണ് ഈ കാണുന്ന മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ചെയ്ത് വരുന്നത് നേരെ കുഴിക്ക് വേണം തട്ടും. താഴത്തെ മണ്ണിട്ട് മുകളിൽ കൊണ്ടേ കുഴി തട്ടും. കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയൊക്കെ കാണാം. പാറയല്ലേ, അതെല്ലാം മണ്ണ് വെട്ടി പാറയെല്ലാം മാറ്റിയിട്ടുണ്ടാക്കിയ വഴിയാണ്. അതിൻ്റേതായ ഒരു ഷെയ്ക്കൊക്കെ കാണും. വൈകുന്നേരം വരെ ഇവിടെ ഓടിയേ പറ്റും. ഇവിടെ വോൾവോടെ ഒരു കിറ്റാച്ചാണ് തള്ളിവിട്ടുകൊണ്ടിരിക്കും. മണ്ണ് താഴേക്ക് നമ്മുടെ കൂടുള്ള വണ്ടി ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടി താഴെ ഓടുന്നുണ്ട്. ചുവന്ന മണ്ണ് ഈ മഴയൊക്കെ പെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് വണ്ടിയുടെ പെട്ടിയിൽ ഒട്ടിപ്പിടിച്ചെടുക്കണം. അത് വിറ്റാച്ച് ഉപയോഗിച്ച് മാന്തി എടുക്കുന്നത്. എന്നാലേ വീണ്ടും ലോഡ് കയറ്റാൻ പറ്റും. എനിക്ക് ഡോറൊന്നും അറിയില്ല. എവിടെ നിന്നാണ് കേട്ടോ നമുക്ക് ലോഡ് കയറ്റുന്നത്. നമുക്ക് കയറ്റുന്ന വിറ്റാച്ച് ചെയ്യുന്നത് ലോഡ് കയറ്റുന്ന ഉണ്ടായതാണ്. ആ വണ്ടി ലോഡായിട്ടാ നമ്മുടെ ഊഴമാണ്. അതേ ട്രാക്ക് വിട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഹിറ്റാച്ച് എണ്ണ സൂപ്പറായി കൊടുത്തു. കറക്റ്റ് പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആൾ ഹോൺ അടിക്കും. ഒന്ന് നിർത്തിയാൽ മതി. ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചു കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മുടെ വണ്ടി. പണിയുണ്ട് ഇവിടെ. മഴയില്ലാതിരുന്ന് കുറച്ച് ദിവസം പണിയെടുക്കാം. അല്ലെങ്കിൽ ഉണ്ടാതെ വീട്ടിൽ പോകും. ആ സ്ഥലത്താണ് നമ്മൾ കൊണ്ട് തട്ടുക. പക്ഷേ നമ്മുടെ ഹിറ്റാച്ചി അതിന് നേരെ താഴത്തേക്ക് ഈ കുഴിയിലേക്ക് തള്ളി വിടും. അവിടെ എൻ്റെ ഹിറ്റാച്ചി കൊടുത്തിരിക്കുന്നത് ഈ കുഴിയൊക്കെ ഫില്ല് ചെയ്യുന്ന പരിപാടി. നമ്മളെ തട്ടിക്കൂട്ടിയ മണ്ണാണ് ആ കാണുന്നതൊക്കെ. അത് ഹൈറ്റ് ഉണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യേണ്ട പരിപാടിയാണ്. ആ എൻഡിൽ കൊണ്ടുവന്ന് വേണം നിർത്തിയിട്ട് ലോഡ് അൺലോഡ് ചെയ്യാൻ. നമുക്ക് സപ്പോർട്ട് ചെയ്യാനാണ് ആ വോൾവോടെ ആ ഹിറ്റാച്ച് നൽകുന്നത്. ചിലപ്പം തട്ടിയ പെട്ടി കൊണ്ടുവരും മണ്ണ് വീഴില്ല, ഒട്ടിപ്പിടിച്ച് കിടക്കും. ബാക്കിൽ നിന്നിട്ട് സപ്പോർട്ട് ചെയ്തത് വാരിയെടുത്ത് കളയാനും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഹിറ്റാച്ചിനെ ആൾക്കാർ നിർത്തിക്കുന്നത്. ലോഡായി നമ്മളിത് അൺലോഡ് ചെയ്യാൻ കൊണ്ടുപോകും കേട്ടോ. ചെറിയ കുത്തി കയറ്റണം. ആ കയറ്റം സീ കയറ്റ് വണ്ടിയാണ് എടുക്കട്ടോ. അല്ലെങ്കിൽ കയറിയില്ല. എനിക്ക് ടച്ച് താങ്ങണം. ടച്ചാണ് ഈ വണ്ടിയിൽ പെട്ടെന്ന് രാവിലെ സ്പീഡിലൊക്കെ പോകും. ചിക്കനോട് വണ്ടിൻ്റെ ഗ്യാപ്പ് വണ്ടി ഗ്യാപ്പ് കൊടുത്താണ് പോവാറ്.
അതുപോലെ ഈ കയറ്റവും അതുപോലെ സീലിൽ വിട്ട് പയ്യെ തന്നെ പോകുന്നുണ്ടാവും. നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം വഴി കുളമാവും. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ടയറൊക്കെ വേഗം ഒളിഞ്ഞേ പോയി കളയും മഴ പെയ്താൽ. ഇപ്പോൾ കുറച്ച് മണ്ണിൻ്റെ ഇടക്കുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. മഴ പെയ്താൽ ടയർ അത് കറങ്ങി 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 കയറി പോകും. വേഗം ടയറിൻ്റെ ഊപ്പാടുകളായി പോകും. അൺലോഡ് ചെയ്യുന്ന സ്ഥലം എത്തിയിട്ടാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ, എങ്കിലും പതിയെ പതിയെ വരാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. ഈ ഹിറ്റാച്ചിൻ്റെ അടുത്തേക്ക് നോട്ട് കൊടുത്താൽ ബുക്കിംഗ് കൊടുത്താൽ ലോഡ് ആക്കി തരും. ആ ബായ് ഉണ്ട്, ആ ബായ് പറഞ്ഞനുസരിച്ച് വേണം റിവേഴ്സ് എടുക്കണ്ട. ആളെ നിർത്താൻ വേണം നിർത്തിക്കൊള്ളണം, അല്ലെങ്കിൽ കുഴി ചാടും. ആളിനെ പറ്റിയൊരു ലോക്കൊക്കെ തട്ടിത്തരും, ചുറ്റി വെച്ചിട്ട് നമുക്ക് വണ്ടിയിൽ ഇറങ്ങി പോകുന്നു വേണ്ട. പിന്നെ വണ്ടി ചരിയാതെ നിർത്തിയിട്ട് വേണം പോക്കാൻ. മണ്ണായതുകൊണ്ട് വീഴില്ല, ഒട്ടിപ്പിടിച്ച് കിടക്കും. ചരിഞ്ഞ് നിന്ന് നോക്കിയാൽ പിന്നെ പറയാനൊന്നുമില്ല, വണ്ടി മൊത്തത്തിൽ അങ്ങോട്ട് ചരിഞ്ഞ് കളയും. പതിയെ പതിയെ പൊക്കിയാൽ പോക്കാനേ പാടുള്ളൂ. ഒരടിക്ക് പൊക്കിയാലും പണി കിട്ടും. പിന്നെ നമ്മുടെ ഹിറ്റാച്ചി ചേട്ടൻ അവിടെ ഉള്ളതുകൊണ്ട് ഒരു ധൈര്യമാണ്. നേരെ കുഴിയാണേ. ഏകദേശം ജാക്കി മുഴുവൻ പൊന്തി കഴിയാറായി. തട്ടിയാൽ വീഴില്ല. അപ്പോൾ നമ്മുടെ ഹിറ്റാച്ചി ചേട്ടൻ അത് മുഴുവൻ പോകുന്ന തന്നെ വലിച്ചു താഴെ. എന്നാലും വന്നിട്ടില്ല കേട്ടോ. ഇവിടെ മുകളിൽ തന്നെ പറ്റിച്ചെടുക്കണം. നനഞ്ഞതും പിന്നെ അങ്ങനത്തെ രീതിയിലുള്ള മണ്ണായതുകൊണ്ട് മാത്രമാണ്. നല്ല പിടിച്ചപ്പെടുമ്പോഴാണെങ്കിൽ പൊക്കിയ തന്നെ വീഴും. ഇതാണ് ഇന്നത്തെ എൻ്റെ ജോലി.